ഹേ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കായുടെ പുതിയ ടെർബോയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ഇതായിരുന്നു. സോറി ഗായ്സ്. ഇവർക്ക് വേണം സെക്സ്. നിന്നെ നാട്ടുകാരെ എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? ടർബോ ജോസ്. Indo Insta, Indo Dumbbell, Indo Plus 2, Indo Tinder, Indo. ഇപ്പൊ കഴിച്ചു കളിച്ച് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയതാണോ ഇനി? அவனை அவங்களுக்கு தெரியுமா? ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നു. 8 പേർ 5 പേര് പിന്നിലെങ്കിൽ ഒരൊറ്റയാണ് ജീവനോടെ ബാക്കിയുണ്ട്. എനിക്കൊന്നും തലയോട്ട് കയറാത്തോട് ചോദിക്കുക, നിങ്ങൾ ആരും കൂടെ എന്നാ കൊല്ലപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? സീരിയസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. I just love this part. സൂപ്പർ സീനാണ്. ഞാനിവിടെ വീഴുവാണ്, എൻ്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും. എന്നല്ലേ ഗൈസ്, ഒരു രക്ഷയില്ല. അമ്മയോടെ കിടുങ്ങിയിരിക്കുകയാണ് മമ്മൂക്കാരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്. ഈ പടം എന്തായാലും നമ്മുടെ രോമാഞ്ചം പോട്ടെ, നമ്മുടെ ആവേശം പടം കണ്ട ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അടിയും ബഹളവും അതുപോലെ തന്നെ നല്ല ഓളമൊക്കെ ഉള്ളൊരു പടമായിരിക്കും തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ ആഴ്ച തന്നെയാണ് അതിൻ്റെ റിലീസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ തിയേറ്ററിൽ നമുക്കത് എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കാണുന്നതായിരിക്കും. പിന്നെ മമ്മൂക്കാടെ, ഞാൻ നേരത്തെ പോലെ മമ്മൂട്ടി ഫാനായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ലാലേട്ടനിലേക്ക് ചെറുതായിട്ട് ചാറിയായിരുന്നു. പക്ഷേ പിന്നെ ഇതേ മമ്മൂട്ടിയിലോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് കേട്ടോ. ഏത് പടം എടുത്താലും ഒന്നിനൊന്നിനും വ്യത്യാസം വന്ന് ഭയങ്കര വ്യത്യസ്തമായ ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും കഴിവുള്ളവരുടെ കൂടെ നമ്മൾ നിൽക്കത്തുള്ളൂ, അത് വേറെ വശം. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഉറപ്പായിട്ടും ഒരു 100 കോടി മേളിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളൊരു പടം തന്നെയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ റിയാക്ഷൻ. എന്തായാലും ഭയങ്കര ഒരു സംഭവം. അതിനകത്ത് നടി മറ്റേ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ മറ്റേ പടത്തിലെ നടിയാണെന്ന് തോന്നുന്നല്ലേ, ആ പെണ്ണാന്ന് തോന്നുന്നു കണ്ടിട്ട്, പേരെനിക്കറിയത്തില്ല. പിന്നെ ആ വില്ലൻ ഏതാണോ, വില്ലൻ എവിടെയും കണ്ടിട്ടുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എന്തായാലും മിഥുൻ മാനുവലിൻ്റെ ഡയറക്ഷൻ റൈറ്റിംഗ് ആണ്, വൈശാഖിൻ്റെ ഡയറക്ഷനാണ്. വിശാഖല്ല, വൈശാഖിന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പടം തിയേറ്ററിൽ തന്നെ കാണാം. ഓക്കെ.